പറയാനുള്ളത്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കുകയും ആക്രമിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് രാജ്യത്തെ നാശത്തിലേക്ക് നയിച്ചു. യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും സ്വന്തമായി നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യ എല്ലാ നിലക്കും ആയുധ രംഗത്തും സജ്ജമാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നാം അംഗീകരിക്കരുത്. പരസ്പരം കരുണ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ള മതസ്ഥരെ ആക്രമിക്കാൻ പാടില്ല. ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നു. നാടിന്റെ ഐശ്വര്യവും പുരോഗതിയും നമ്മുടെ ലക്ഷ്യമാണ്. ദേശസ്നേഹം സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. എല്ലാ മതസ്ഥരും ഒരുപോലെ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടത്. ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പു നൽകുന്നു. നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമാണ്. നാം മതത്തിന്റെ പേരിൽ കലഹിക്കാനോ അന്യമതസ്ഥരെ ദ്രോഹിക്കാനോ പാടില്ല. പരസ്പരം സ്നേഹവും മമതയും പുലർത്തണം. അതിനായി നാം പ്രവർത്തിക്കണം. ജയ് ഹിന്ദ്.